അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യന് അവൻ്റെ പോരായ്മകളെ തിരിച്ചറിയാൻ മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ ചില മാർഗ്ഗങ്ങൾ പറയുന്നത് കാണാം. ഒന്ന്, ഉൾക്കാഴ്ചയുള്ള മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു ഷെയ്ഖിനെ സ്വീകരിക്കുക. പക്ഷേ ഹിജ്റ 505 വഫാത്തായ മഹാനായ ഇമാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, ഇക്കാലത്ത് ഇത് വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന്. അതായത് യഥാർത്ഥ ഒരു ഷെയ്ഖിനെ കിട്ടാനുള്ള അവസരങ്ങളും അവസരങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മഹാനവറുകൾ അക്കാലത്ത് സൂചിപ്പിക്കുന്നുണ്ട്. എക്കാലത്തും പിഴച്ചു പോകാത്ത ഷെയ്ഖാണ് സ്വലാത്ത് എന്ന് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ ദിവസവും 33 സ്വലാത്ത് വീതമെങ്കിലും നമ്മൾ പതിവാക്കണം. വ്യാജ ത്വരീക്കത്തുകൾ, മറ്റു തെറ്റായ വഴികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സുരക്ഷിതമായ വഴിയാണ് നമുക്ക് സ്വലാത്ത്. ഒരേ സമയം പാപസുരക്ഷിതരാകുന്നു. ചെയ്തുപോയ പാപങ്ങൾ, തെറ്റുകൾ, ആ തെറ്റുകളിൽ നിന്ന് മോചനം ലഭിക്കുന്നു. തുടർ ജീവിതം ഭദ്രമാകുന്നു. നന്മയുടെ മനസ്സ് തുറക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയുടെ തണൽ ലഭിക്കുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ള നിർദ്ദേശിച്ച പ്രവൃത്തി ചെയ്യാൻ നമുക്ക് കഴിയുന്നു. നമ്മൾ സ്വലാത്ത് ചൊല്ലുമെന്ന പ്രതിജ്ഞയെടുക്കണം. ഒരു 33 സ്വലാത്തെങ്കിലും ഒരു ദിവസം നമുക്ക് ചൊല്ലാനുള്ള മനസ്സ് നാഥനായ റബ്ബ് നൽകണം. കൂട്ടുകാരെ, മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ച ആ ഒരു നല്ല ഷെയ്ഖായി നമുക്ക് സ്വലാത്തിനെ സ്വീകരിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. രണ്ടാമതായിട്ട് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇവിടുന്ന് പഠിപ്പിക്കുന്നു, സത്യസന്ധനായ നല്ല മതബോധമുള്ള തൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന നല്ല ഒരു ആത്മസുഹൃത്തിനെ നമ്മൾ കണ്ടെത്തണം. മുൻഗാമികളായ മഹാന്മാരിൽ പലരും ഈ വഴി സ്വീകരിച്ചവരായിരുന്നു. നമുക്ക് നല്ല കൂട്ടുകാർ വേണം. നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാർ വേണം. ആഖിറത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന നല്ല കൂട്ടുകാർ വേണം. റബ്ബിനെക്കുറിച്ച് ഭയപ്പെടുത്തി അറിയിക്കുന്ന അവൻ്റെ സന്തോഷമായ അവൻ നൽകുന്ന അനുഭൂതികളെ, ആഖിറത്തിലെ അനുഭൂതികളെക്കുറിച്ച് നമുക്ക് സന്തോഷ വാർത്ത നൽകുന്ന നല്ല കൂട്ടുകാർ നമുക്ക് വേണം. ഒന്നാമതായിട്ട് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്, മനുഷ്യരോട്, മുഅ്മിനീങ്ങളോട് സഹവസിക്കണം. സത്യവിശ്വാസികൾ പരസ്പരം കണ്ണാടിയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ച വാക്യം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മാ റആഹുൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസനുൻ വമാ റആഹുൽ മുസ്ലിമൂന ഖബീഹൻ ഫഹുവ ഇൻദല്ലാഹി ഖബീഹ. സത്യവിശ്വാസികൾ നല്ലതായി കാണുന്ന കാര്യം അള്ളാഹുവിൻ്റെ അടുത്ത് നല്ലതാണ്. സത്യവിശ്വാസികൾ ചീത്തയായി കാണുന്നത് അള്ളാഹുവിൻ്റെ അടുത്തും ചീത്തയാണ്. മുഅ്മിനീങ്ങളെ, നമുക്ക് നല്ല ആളുകളുമായിട്ട് സഹവസിക്കാൻ കഴിയണം. മഹാനായ ഗസാലി ഇമാം അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്, കൂട്ടുകാരെ, തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നന്മയിലേക്ക് മനസ്സിനെയും ശരീരത്തെയും തിരിച്ചുവിടാത്ത പക്ഷം ഹൃദയം കറ പിടിച്ചു പോകും. ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുഖിതത ഫീ ഖൽബിഹി നുഖ്തത്തുൻ സൗദാ ഫഇദാ ഹുവ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ഹദീസിൽ അവിടുന്ന് പഠിപ്പിക്കുന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരടിമ തെറ്റു ചെയ്താൽ ആ തെറ്റ് അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയാകുന്നതാണ്. തൗബ ചെയ്താൽ അവൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. തെറ്റുകൾ കൂടുതൽ ചെയ്യും തോറും പുള്ളികൾ അധികരിക്കുകയും ഒടുവിൽ അവൻ്റെ ഹൃദയം കറക്കുകയും ചെയ്യും. അതാണ് അല്ലാഹു പറഞ്ഞത്, അവർ പ്രവർത്തിച്ചത് അവരുടെ ഹൃദയത്തിൽ കറയുണ്ടാക്കിയിരിക്കുന്നു എന്ന്. എന്നാൽ മുഅ്മിനീങ്ങളെ, നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അൽ ബുകാഉ അലൽ ഖതിയത്തി യഹുത്തുൽ ദുനൂബ് കമാ തഹുത്തു റീഹുൽ വറഖൽ യാബിസ്. പാപങ്ങളെ ഓർത്ത്, നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് കരഞ്ഞാൽ ഉണങ്ങിയ ഇലകളെ കാറ്റ് വീഴ്ത്തും പോലെ നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കുമെന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരെ, നമുക്ക് നല്ല സ്ഫുടമായ ഹൃദയം നമുക്ക് നേടിയെടുക്കണം. നാഥനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. കൂട്ടുകാരെ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ചാനലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, നല്ല അറിവുകളുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.